അപ്പോൾ എൻ്റെ ഈ ഔട്ട്ഫിറ്റ് വരുന്നത് ഐറൺ ഡിസൈൻസിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. കണ്ടപ്പോൾ ഞാനിത് വിചാരിച്ച ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര പ്യുവർ കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. പക്ഷേ അല്ല, ഇതൊരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു തുണിയാണ്. പിന്നെ ഇതിൻ്റെ കഴുത്ത് ഭയങ്കരമായിട്ട് കയറിയിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ബാക്കിലൊക്കെ ഒരുപാട് വള്ളികൾ വെച്ച് കൂട്ടിയിട്ടുണ്ട്, എന്തിനാണെന്നറിയില്ല. കഴുത്ത് കുറച്ചുകൂടി വൈഡായിട്ട് അടിക്കായിരുന്നു. മൊത്തത്തിൽ ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, അല്ല യൂട്യൂബും ഉണ്ട്, ഇൻസ്റ്റയിലേ ഞാൻ കൂടുതൽ കണ്ടേക്കണം കേട്ടോ. ഇറ്റ്സ് മീ അമ്മൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആളുടെ പ്രൊഫൈലിൽ നിന്നാണ് ഞാൻ ഈ സംഭവം, ഈ ചുരിദാർ ആദ്യം കണ്ടത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ആയിരുന്നു കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ മേടിക്കുകയായിരുന്നു കേട്ടോ. ഫുൾ കൈ ആണ്, എനിക്ക് മൊത്തത്തിൽ കണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കേച്ചേരി വണ്ടി വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടി, വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് നെക്സ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ ഈ പോണത്. അവളിവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അവൾ ഞങ്ങളെ പോസ്റ്റാക്കി. അവൾ എന്നിട്ട് നേരെയുള്ള MKK ബസ്സിൽ കയറാൻ പറഞ്ഞിട്ട് ഞങ്ങളതിൽ കയറി. അങ്ങനെ നെസ്റ്റോയിലെത്തി. ഞങ്ങൾ ആദ്യം പോയത് സ്കൂൾ ബാഗ് എന്നൊരു സെക്ഷൻ ഉണ്ട് നെസ്റ്റോയിൽ. അവിടെ സ്കൂൾ കളക്ഷൻസ് മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ വേണ്ടോ, ബാഗ് മേടിക്കണം, ഒരു ലഞ്ച് കിറ്റ് മേടിക്കണം, അങ്ങനെ പിന്നെ ഒരു റാപ്പർ, ബുക്ക് റാപ്പർ, നെയിം സ്ലിപ്പ്, അങ്ങനത്തെ സംഭവങ്ങളെ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾ അവളുടെ മോൾക്ക് വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനാണ് പോയത്. അവൾക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഇഷ്ടമാവണില്ല. ഒരു സ്റ്റീലിൻ്റെ മതി എന്നവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഒരെണ്ണം എന്തോ ഇഷ്ടമായി. പിന്നെ ഞാൻ ബാഗിൻ്റെ സെക്ഷനിലേക്ക് പോയി. ബാഗിന് ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓഫറൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഒറ്റ ബ്രാൻഡ് അവിടെ ഉള്ളൂ, എംബക്സ് പറഞ്ഞിട്ട് ഒറ്റ ബ്രാൻഡേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരു 899ൻ്റെ 589 രൂപയ്ക്കോ അങ്ങോട്ട് ഓഫറുണ്ട്, അത്ര കിട്ടി. പിന്നെ അപ്പുറത്ത് കുറച്ച് ഹാങ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ബാഗ്സ് ഉണ്ട്. അതിലിവിടെ ജെന്നി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ബ്രാൻഡേ ഉള്ളൂ. നല്ല കോസ്റ്റ്ലിയുടെ ആണ് കേട്ടോ. 3000 സംതിങ്ങിൻ്റെ 1000ക്കാണ് ഓഫറിൽ കിട്ടുന്നത്. ഞാൻ വലിയ സ്റ്റൈൽ ആദ്യം അതൊക്കെ തന്നെ എടുത്ത് പിടിച്ചത്. പക്ഷേ പിന്നെ 1000 ഒന്നും വേണ്ട, എന്തിനാണ് ഇപ്പോൾ ഇത്ര വില ഉള്ളത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ 500 തന്നെ മേടിച്ചു. എംബക്സ് തന്നെ മേടിച്ചത്. അവൾക്ക് വിദ്യയ്ക്കും അവളുടെ മോൾക്ക് ബാഗ് മേടിക്കണമായിരുന്നു. അങ്ങനെ അവളും 2 ബാഗിന് എടുത്ത് വെച്ചിട്ട് ചോദിച്ചു ഏതാ നല്ലതെന്ന്. അപ്പോൾ അത് ഞാൻ ഒരു ബാഗ്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു ബാഗ് ഞാൻ പറഞ്ഞു. മക്കൾക്കും എല്ലാവർക്കും ആ ബാഗാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവൾ ആ ബാർബിക്യൂവിൻ്റെ ബാഗാണ് മേടിച്ചത്. പിന്നെ അവിടെ ലഞ്ച് കിറ്റിന് വലിയ സെലക്ഷനായിട്ടോ എനിക്ക് തോന്നിയില്ല. എന്നാലും ഞാനൊരെണ്ണം എടുത്തു എന്ന് മാത്രം. കണ്ടതൊക്കെയാണ് ലഞ്ച് കിറ്റിൽ ഇത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ. കണ്ട അവിടെ ഈ ഒരു സെക്ഷനേ ഉള്ളൂ അവിടെ. ഞാൻ എടുത്തത് ഇതാണ് കേട്ടോ, 199 രൂപയുടെ ഒരു സംഭവമാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ മോന് 2 ബുക്ക് എടുത്തു. 150 രൂപ ഒരു ബുക്കിന്. ഞാൻ വിചാരിച്ച 50 രൂപയാണ്. പക്ഷെ പിന്നെ നോക്കിയപ്പോൾ വീട്ടിലെത്തി നോക്കിയപ്പോൾ 150. വെറുതെ അല്ല ഇത്ര ബില്ലായത്. അതിൽ തന്നെ ഒരു പേനയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 2 ബാഗ്. എനിക്ക് ഈ ഫസ്റ്റത്തെ ബാബയ്ക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതാണ്. അതാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് കയ്യിൽ നിന്ന് കാശ് ചിലവാകുമല്ലോ, സ്വാഭാവികം. പിന്നെ ഒരുപാട് ഷാർപ്പനറും മറ്റേ ഇറേസറിൻ്റെയും പല വേർഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാനൊന്നും മേടിച്ചില്ല, കാരണം വീട്ടിൽ അത്യാവശ്യത്തിന് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം. ഇതാണ് വേറൊരു ഫ്രണ്ട് മിഥുന, അവളുടെ മോനും ഉണ്ടായിരുന്നു. അവൾക്ക് വലിയ പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വിദ്യ. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത്, മോൻ്റെ ബാഗ് കാണിച്ചെന്നില്ലല്ലോ, ഞാൻ എടുക്കാൻ മറന്നൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതാണ് മോൻ്റെ പിന്നെ മേടിച്ച ബാഗ്. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി കേട്ടോ. ലഞ്ച് കഴിക്കുന്നത് 3:30 ആകുമ്പോഴാണ് കേട്ടോ. ഞങ്ങളൊരു ഫുൾ മന്തി മേടിച്ചു. മോന് മന്തി ഇഷ്ടമില്ലാത്ത തന്നെ മോന് മറ്റേ ചിക്കൻ പോലത്തെ സംഭവം മേടിച്ചു. എല്ലാം ബാക്കിയായിരുന്നു. ഒരു ഫുൾ മന്തിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഹാഫ് മന്തിയാണ് മേടിക്കാമെന്ന്. പിന്നെയാണ് ഹസ്ബൻഡ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഫുൾ മന്തി കാര്യങ്ങൾ മേടിക്കുമെന്ന്. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, കാരണം ഫുൾ വയറ് നിറഞ്ഞത്.